കടബാധിതയാലും മാറാരോഗങ്ങളാലും പ്രണയ നൈരാശ്യത്താലുമെല്ലാം ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വൈറ്റമിൻ്റെ അഭാവം കൊണ്ടെങ്കിലും നമുക്ക് ആത്മഹത്യ പ്രണയം ഉണ്ടാകുമെന്നുള്ള കാര്യം? ഇത് നൂറുകണക്കിന് ഗവേഷണങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാമുള്ള വളരെ വിഖ്യാതമായിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ തെളിയിച്ച ഒരു സത്യമാണ്. നമ്മളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാൻ, അതായത് ഈ വൈറ്റമിൻ്റെ അഭാവമുണ്ടെങ്കിൽ അത് സൂയിസൈഡ് ടെൻഡൻസി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ആണ് ഈ പഠനം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വൈറ്റമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റമിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, ലക്ഷക്കണക്കിന് വർഷത്തെ മനുഷ്യൻ്റെ പരിണാമം അതായത് തുറസായ പുൽമേടുകളിലായിരുന്നു. ആഫ്രിക്കയിലെ സാവന്നാസ് എന്നറിയപ്പെടും, കാട്ടിലല്ല. ഈ പുൽമേടുകളുടെ, തുറസായ പുൽമേടിൻ്റെ പ്രധാന ലക്ഷണം ധാരാളം സൂര്യപ്രകാശം അവിടെ അവൈലബിളാണ്. അതായത് നമ്മുടെ പൂർവികർ ഏകദേശം 8-10 മണിക്കൂറാണ് ഈ പുൽമേടുകളിൽ കൂടെ വെയിലടിച്ച് നടക്കുകയും അതിൽ നിന്ന് അവർക്കൊരു വിറ്റമിൻ കിട്ടി, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി. പിന്നീടാണ് മനുഷ്യന്മാർ ഈ പുൽമേടുകളിൽ നിന്നാണ് പയ്യെ കാടുകളിലേക്ക് ചേക്കേറുകയായിരുന്നു, അവിടുന്ന് വില്ലേജുകളിലേക്ക് ചേക്കേറി. അതായത് പഠനങ്ങൾ പറയുന്നത് ഏകദേശം 40 ലക്ഷം വർഷം നമ്മൾ ആഫ്രിക്കയിലെ പുൽമേടുകളിലാണ് നമ്മൾ അതിജീവിച്ചതെന്നുള്ളതാണ്. അതായത് മോഡേൺ ഹ്യൂമൻ ബീങ് 1 ലക്ഷം വർഷമായിട്ടുള്ള ആവിർഭവിച്ചിട്ട്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കമ്മ്യൂണിറ്റിയുണ്ട്, ആഫ്രിക്കയിലെ മസായി എന്നറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമുക്കറിയാം, സിംഹത്തിനെയൊക്കെ വേട്ടയാടുന്ന മസായികൾ. അവരിപ്പോഴും ഈ പുൽമേടുകളിൽ കൂടെ തുറസായ സ്ഥലത്തൂടെ 8-10 മണിക്കൂറും വെയിലടിക്കുന്നവരാണ്. അവരുടെ സ്കിൻ വളരെ ഡാർക്കാണ്. നമുക്കറിയാം, ഡാർക്ക് സ്കിന്നുള്ളവരിൽ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കുറയുമെന്നുള്ള കാര്യം വളരെ സത്യമാണ്. പക്ഷേ ഈ ഡാർക്ക് സ്കിന്നിലായിട്ടുള്ള ഈ മസായികളുടെ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ ആവറേജ് 80. അപ്പം എന്നെ ഈ വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് പഠിപ്പിച്ച പ്രധാന കമ്മ്യൂണിറ്റി ഈ ആഫ്രിക്കയിലെ മസായി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ വൈറ്റമിൻ ഡി എത്രയാണ്? 80. ഇൻ കമ്പാരിസൺ ഇന്ന് മോഡേൺ ലോകത്ത് ഇതെനിക്കൊരു ന്യൂട്രീഷണൽ എമർജൻസി എന്ന് പോലും എനിക്ക് പറയാൻ സാധിക്കും. ഇന്ന് ആവറേജ് ഒരു 8-10 ഉള്ളൂ എല്ലാവരുടെ രക്തം പരിശോധിച്ച് നോക്കിയാൽ. 100 പേഷ്യൻസ് എൻ്റെ ക്ലിനിക്ക് വരാറുണ്ട്. അവരുടെയൊക്കെ രക്തം പരിശോധിക്കുമ്പോൾ അവരുടെ വൈറ്റമിൻ ഡി 8-10 ഞാൻ കണ്ടെത്താറുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ വൈറ്റമിൻ ഡിയുടെ പ്രധാന ധർമ്മം എല്ലുകളെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. എല്ലുകളെ ഉറപ്പിക്കലല്ല വൈറ്റമിൻ ഡിയുടെ ധർമ്മം. പുതിയ 100 കണക്കിന് ഗവേഷണങ്ങളാണ് ഈ മിറക്കിൾ വൈറ്റമിനെ കുറിച്ച് വരുന്നത്. പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സ്ട്രെങ്ത് ആക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ, അതായത് വൈറ്റമിൻ ഡി ഒരു 8-10 ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഒരു 30-40 ഉള്ളപ്പോൾ നമ്മുടെ കോശങ്ങൾ തന്നെ, പ്രതിരോധ കോശങ്ങൾ തന്നെ വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യത്തിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ആൻറ്റിബയോട്ടിക്കുകളെ ഉൽപ്പാദിപ്പിക്കും. 2 ആൻറ്റിബയോട്ടിക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് കാത്തലിസിഡിൻ ആൻഡ് ഡിഫെൻസിൻ എന്ന് പറയും. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെന്ന് പഠിച്ചോ. HIV വളർച്ചയെ പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ആൻറ്റിബയോട്ടിക്കാണ് ഈ കാത്തലിസിഡിൻ ആൻഡ് ഡിഫെൻസിൻ. ഞാൻ അതിശോക്തി പറയുന്നതല്ല. കാത്തലിസിഡിൻ, ഡിഫെൻസിൻ ആൻഡ് HIV വൈറസ് ഒന്ന് അടിച്ചു നോക്കുക. ട്യൂബർക്ലോസിസ് വൈറസിനെ, നമ്മുടെ TB വൈറസിനെ ഇത് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായി ഇന്ന് കണ്ടെത്തിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്. ഇത് നമുക്ക് ഫാർമസിയിലും കിട്ടത്തില്ല, ഒരു മെഡിക്കൽ ഷോപ്പിലും നമുക്ക് കിട്ടത്തില്ല. ഇത് എവിടുന്ന് കിട്ടത്തുള്ളൂ? നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കണം. എന്തിൻ്റെ സാന്നിധ്യത്തിൽ? വൈറ്റമിൻ ഡിയുടെ അളവുണ്ടെങ്കിൽ മാത്രമേ ഈ കാത്തലിസിഡിനും ഡിഫെൻസിൻ എന്ന് പറഞ്ഞ ഈ പവർഫുൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിക്കപ്പെടുത്തുള്ളൂ. അപ്പോൾ എൻ്റെ ദയവായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാത്തലിസിഡിൻ ഡിഫെൻസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക. നിങ്ങൾ ഗൂഗിളിൽ കയറി പഠിക്കുക. ഗവേഷണങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അമേരിക്കയിൽ നിന്നൊക്കെ ഉള്ള, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 100 കണക്കിന് പ്രബന്ധങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാത്തലിസിൻ ആൻഡ് ഡിഫെൻസിൻ ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അതും കൊണ്ടാണ് സുഹൃത്തുക്കളെ, കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയുമോ, കോവിഡ് കാലഘട്ടത്തിലെ ഇന്തോനേഷ്യ ഒരു പഠനം ഞാൻ വായിച്ചു. അതായത് ഏകദേശം 700 പേര് കോവിഡിൻ്റെ കോംപ്ലിക്കേഷനുമായിട്ട് ICUവിൽ അഡ്മിറ്റായി. എത്ര പേരുണ്ട്? 700 ആൾക്കാർ. ഈ 700 ആൾക്കാരിൽ 350 പേര് മരിച്ചുപോയി, 450 പേര് രക്ഷപ്പെട്ടു. ഈ 350 പേരുടെ രക്തം പരിശോധിച്ചപ്പോൾ 96% മരണപ്പെട്ട ആൾക്കാരിലും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിരുന്നു. പക്ഷേ ഈ രക്ഷപ്പെട്ട ആൾക്കാരിൽ ഏകദേശം 95% ആൾക്കാർക്കും ആവശ്യത്തിലധികമുള്ള വൈറ്റമിൻ ഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം ഉറപ്പാണ്, കോവിഡ് പിടിപെടാം, പക്ഷേ കോവിഡിൻ്റെ മോർട്ടാലിറ്റി റേറ്റ്, അതായത് കോവിഡ് എത്ര പേര് മരണപ്പെട്ടു, എത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നു ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മുടെ രക്തത്തിലുള്ള ഈ വൈറ്റമിൻ ഡി ആണ്. അതുകൊണ്ട് തന്നെയാണ് ട്യൂബർക്ലോസിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ക്ഷയരോഗം പിടിപെട്ട് കഴിയുമ്പോൾ ആൾക്കാർ ഈ മലമുകളിലുള്ള സാനിറ്റോറിയം, TB സാനിറ്റോറിയത്തിലേക്കാണ് പോയത്. ഈ സാനിറ്റോറിയം എല്ലാം മലമുകളിലായിരുന്നു സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. എന്തായിരിക്കും മലമുകളിൽ കാരണം? അൾട്രാവയലറ്റ് റേസ് കൂടുതലുണ്ടെങ്കിൽ അവിടെ പോയി സൺലൈറ്റ് അടിച്ചപ്പോൾ അവരുടെ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കൂടുകയും അവരുടെ ശരീരം തന്നെ കാത്തലിസിൻ ഡിഫെൻസ് എന്ന് പറഞ്ഞ 2 ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയും
HTV അവർക്ക് വിമുക്തി പ്രാപിക്കുകയും ചെയ്തു ക്ഷയരോഗത്തിൽ നിന്ന്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് വർദ്ധിപ്പിക്കാൻ സഹായിച്ച മിറക്കിൾ മോളിക്യൂളാണ് ഈ വൈറ്റമിൻ ടി. എത്രയോ എൻ്റെ രോഗികൾ അലർജി, വിട്ടുമാറാത്ത അലർജി, തുമ്മൽ, ചീറ്റൽ, ബോഡി പെയിൻ വർഷങ്ങളായിട്ടുള്ളത് വൈറ്റമിൻ ഡിയുടെ പെർസെൻറ്റേജ് ശരീരത്തിൽ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും, വൈറ്റമിൻ ഡി അല്ല, ഈ കാത്തലിസിൻ ഡിഫൻസിൻ നാച്ചുറൽ ആൻറ്റിബയോട്ടിക് അവരുടെ അലർജിയുടെ ഗണ്യമായിട്ട് കുറച്ചു. അതായത് വർഷത്തിൽ 10 പ്രാവശ്യം വരുന്നത് വർഷത്തിൽ 1 ആക്കി കുറച്ചു. വന്നപ്പോഴും അവരുടെ അലർജിയുടെ തോത് വളരെ കുറച്ചു. എനിക്ക് തന്നെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് മഞ്ഞ കഫക്കെട്ടായി മാറും, പിന്നെ അത് ആസ്മയായിട്ട് മാറും. അത് നമുക്കറിയത്തില്ല ഈ വൈറ്റമിൻ ഡിനെ കുറിച്ച്. പിന്നീട് ഞാൻ പഠിക്കുകയും വൈറ്റമിൻ ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് ജലദോഷം വരാറുണ്ട്, പക്ഷെ അതിപ്പോൾ ഒരിക്കലും തന്നെ കഫക്കെട്ടായി മാറത്തില്ല, യെല്ലോയിഷ് ആയിട്ട് മാറാറില്ല. ചെറുതായിട്ട് വന്നു അത് പോകും. ഇനി നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ് ഞാൻ വരുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങളിൽ കൂടെ നോക്കാം. അല്ലെങ്കിൽ ഈ പഠനം, കാരണം ഒരിക്കലും ഒരാൾ വിശ്വസിക്കത്തില്ല വൈറ്റമിൻ ഡിയുടെ കുറവുകൾ, ഒരു വിറ്റമിൻ്റെ അഭാവം കാരണം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമെന്നുള്ളത്. നമുക്ക് ആ പഠനത്തിൽ കൂടെ തന്നെ ഇപ്പം നോക്കാം. സൈക്കോ ന്യൂറോ എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞ ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയാണ്. ഡിസംബർ 2014 ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. നമുക്ക് ആ സ്റ്റഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൂയിസൈഡൽ പേഷ്യൻസ് ആർ ഡെഫിഷ്യൻറ്റ് ഇൻ വൈറ്റമിൻ ഡി അസോസിയേറ്റഡ് വിത്ത് എ പ്രോ ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസ് ഇൻ ദി ബ്ലഡ്. അതായത് സൂയിസൈഡ് പേഷ്യൻസ്, ബഹുഭൂരിപക്ഷം സൂയിസൈഡ് പേഷ്യൻ്റെ രക്തത്തിൽ വൈറ്റമിൻ ഡി വളരെ കുറവാണ്. അവരുടെ രക്തത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു ഘടകം അവർ കണ്ടെത്തിയെന്നാണ് ഈ സ്റ്റഡിയുടെ കാതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 2014 പബ്ലിഷ് ചെയ്ത സ്റ്റഡിയാണ്. ജേണൽ ഓഫ് സൈക്കോ ന്യൂറോ എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞ ജേണലാണ്. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഈ ഹെഡിങ് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റഡി ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അടുത്ത സ്റ്റഡി നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൻ്റെ സൈക്യാട്രി എന്ന് പറഞ്ഞ ജേർണലിൽ വന്ന ഒരു പഠനമാണിത്. റിസ്ക് ഓഫ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആൻഡ് സൂയിസൈഡൽ ഐഡിയേഷൻ എമംഗ് പീപ്പിൾ വിത്ത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, എ സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റാ അനലൈസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന റിസ്ക് ഓഫ് സൂയിസൈഡ് അറ്റംപ്റ്റും ഈ സ്റ്റഡിയുടെ മുഴുവൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരിൽ സൂയിസൈഡിൻ്റെ റിസ്ക് വളരെ കൂടുതലാണ്. സൂയിസൈഡ് അറ്റംപ്റ്റ് അവർ കൂടുതൽ ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ സൂയിസൈഡിൻ്റെ ചിന്തകൾ അവിടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുമെന്നാണ് ഈ സ്റ്റഡിയും പറയുന്നത്. ഇത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൻ്റെ വളരെ റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തേക്കുന്നതാണ്. 26 ഫെബ്രുവരി 2025. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സ്റ്റഡികളാണ്. നിങ്ങൾക്ക് ഇതേ ഹെഡിങ് അടിച്ച് നോക്കിയാൽ മതി, BMC സൈക്യാട്രി എന്നിട്ട് ഈ ഹെഡിങ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫുൾ സ്റ്റഡി നിങ്ങൾക്ക് അവിടെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് മൊത്തം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനകത്തും പറഞ്ഞിരിക്കുന്നു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സൂയിസൈഡ് റിസ്ക് 10 മടങ്ങായിട്ട് വർദ്ധിക്കുമെന്നാണ്. ഇനി അടുത്തത് പബ്മെഡിൽ 2023 പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി നമുക്ക് നോക്കാം. വൈറ്റമിൻ ഡി ഇൻ ഡിപ്രഷൻ, എ പൊട്ടൻഷ്യൽ ബയോ ആക്റ്റീവ് ഏജന്റ് ടു റെഡ്യൂസ് സൂയിസൈഡ് ആൻഡ് സൂയിസൈഡ് അറ്റംപ്റ്റ് റിസ്ക്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു സ്ട്രോങ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏജന്റാണ്, ഒരു കെമിക്കൽ ഏജന്റാണത്. എന്താണ്? ബയോ ആക്റ്റീവ് ഏജന്റാണ്, നമ്മുടെ ശരീരത്തെ ക്വിക്കലി ആക്ട് ചെയ്യുന്ന ഒരു ഏജന്റാണ്. ടു റെഡ്യൂസ് സൂയിസൈഡ്, എന്താണ്? നമ്മുടെ ആത്മഹത്യയുടെ നിരക്ക് കുറയ്ക്കാനും സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റ് കുറയ്ക്കാനും ഉപകാരപ്പെടുന്ന ഒരു അത്ഭുത മോളിക്യൂളാണ് വൈറ്റമിൻ ഡി എന്നാണ് ഈ സ്റ്റഡിയും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റഡിയിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി. വൈറ്റമിൻ ഡി, എത്രയോ എൻ്റെ രോഗികൾ പറഞ്ഞു എനിക്ക് എത്ര സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്നു, എൻ്റെ സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ മാറി ഈ വൈറ്റമിൻ ഡി അടിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾക്കറിയാമോ ഏറ്റവും വലിയ സ്ട്രെസ് റിലീവർ എന്താണ് ഇരിക്കുന്നത്? നമ്മുടെ സൂര്യപ്രകാശം തന്നെയാണ്. ഈ വൈറ്റമിൻ ഡി സൂര്യപ്രകാശം അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കൂടുകയും അത് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. 2 ആൻറ്റിബയോട്ടിക്കുകളെ നമ്മൾ കണ്ടു, കാത്തലിസിൻ ആൻഡ് ഡിഫൻസിൻ. നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കുന്നു, സൂയിസൈഡ് ടെൻഡൻസി കുറയ്ക്കുന്നു. ഇനി മൂന്നാമത്തത്, 100 കണക്കിന് ഗവേഷണമുണ്ട് ക്യാൻസർ കുറയ്ക്കുന്നതായിട്ട്. 4-മത്തത് വൈറ്റമിൻ ഡി സ്കിൻ ആക്സിസ് എന്ന് പറയും. സോറിയാസിസ് പേഷ്യൻറ്റിൻ്റെ എത്രയോ പഠനങ്ങളാണ് വന്നിട്ടുള്ളത്. സോറിയാസിസ് പേഷ്യൻറ്റിൽ ഹൈ ഡോസ് വൈറ്റമിൻ ഡി മിറക്കുലസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇരിക്കുന്നത്. അതായത് TH17 എന്ന് പറഞ്ഞ ഒരു പാത്വേ ഉണ്ട് സോറിയാസിസിൻ്റെ പേഷ്യൻസിന്. TH17 എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഇമ്മ്യൂൺ കോശങ്ങളുടെ ഒരു സബ് ക്ലാസ്സസ് ആണ്. TH17 എന്ന് പറയും. അപ്പോൾ എല്ലാ സോറിയാസിസ് പേഷ്യൻസിൻ്റെയും പ്രധാന കാരണം ബാക്ടീരിയോ വൈറസ് അല്ല, ഈ TH17 എന്ന് പറഞ്ഞ നമ്മുടെ പ്രതിരോധ കോശങ്ങളുടെ ഓവർ റിയാക്ഷനാണ്. അപ്പോൾ ഈ TH17 സബ്സൈഡ് ചെയ്യുന്നതായിട്ട് പല പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. സോറിയാസിസ് ആൻഡ് വൈറ്റമിൻ ഡി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പഠനം കിട്ടാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ TH17 സോറിയാസിസ് ആൻഡ് വൈറ്റമിൻ ഡി എന്ന് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗവേഷണ പഠനങ്ങൾ അവിടെ ലഭിക്കുന്നതാണ്. അപ്പം നമ്മുടെ ചർമ്മത്തിനെ സംരക്ഷിക്കുകയും തലച്ചോറിനെ സംരക്ഷിക്കുകയും ഇമ്മ്യൂണിറ്റിനെ പരിപാലിക്കുകയും എല്ലുകൾക്ക് ബലവത്താക്കുകയും ചെയ്യുന്ന ഈ ഒരു മിറക്കിൾ വൈറ്റമിൻ ഡി ആണ്, മിറക്കിൾ മോളിക്യൂളാണ് ഈ വൈറ്റമിൻ ഡി.
അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികർ വർഷങ്ങളോളം, ലക്ഷക്കണക്കിന് വർഷം അവർക്ക് വസ്ത്രം പോലും ഇല്ലായിരുന്നു. മണിക്കൂറുകളോളം സൺലൈറ്റിലാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ രക്തത്തിൽ വൈറ്റമിൻ ഡി 50ൻ്റെ മുകളിലുണ്ടായിരുന്നു. മസായികൾ, ഈ ആഫ്രിക്കയിലുള്ള ഈ മസായികൾ എന്നറിയപ്പെടുന്ന ഈ ട്രൈബൽസിൻ്റെ രക്തത്തിൽ വൈറ്റമിൻ ഡി 80 ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വൈറ്റമിൻ ഡി മിനിമം 50 നമുക്ക് വേണം. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഇന്ന് വൈറ്റമിൻ ഡി ഉള്ളത് 10 താഴെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതശൈലികൾ, നമ്മൾ കാറുകളിലും എയർ കണ്ടീഷനൊക്കെ ഇരിക്കുന്നതായതുകൊണ്ട് ഈ കാടിലും ഈ മണിക്കൂറോളം സൺലൈറ്റ് നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഏറ്റവും നല്ല ഉപാധി സപ്ലിമെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3000 മുതൽ 5000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ലൈഫ് ലോങ്. ഈ ഒമേഗ 3 ആൻഡ് വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, ഇങ്ങനെ 3 മിനറൽസാണ് ഞാൻ ലൈഫ് ലോങ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സപ്ലിമെൻറ്റ്. കാരണം ഇത് മിസ്സിംഗ് ന്യൂട്രിയൻസ് ആണ്. ദേ ആർ നോട്ട് മെഡിസിൻസ്, ദേ ആർ നോട്ട് സപ്ലിമെൻറ്റ്സ്, ദേ വർ പാർട്ട് ഓഫ് അവർ ഡയറ്റ്. ടുഡേ ദേ ആർ മിസ്സിംഗ്. ഇന്ന് മിസ്സിംഗ് ആണ് നമ്മുടെ ഡയറ്റിൽ കിട്ടത്തില്ല. ഈ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ ലഭിക്കാത്ത ഈ മോളിക്യൂളുകൾ നമ്മൾ സപ്ലിമെൻറ്റുകളായിട്ട് എടുക്കുക. അപ്പോൾ ഹെവി ഡോസ് 60,000 പെർ വീക്കിനേക്കാളും വളരെ നല്ലതാണ്. 60,000 പെർ വീക്കാണ് സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളത് വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക്. അപ്പോൾ 60,000 പെർ വീക്ക് എന്ന് പറയുമ്പോൾ 2,40,000 പെർ മന്ത് ആണ് വരുന്നത്. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു 3,000 പെർ ഡേ. അപ്പോൾ 30 ദിവസം ഇൻറ്റു 3,000 എന്ന് പറഞ്ഞാൽ 1,00,000 യൂണിറ്റ് പെർ മന്ത്. പക്ഷേ ചെറിയ ഡോസേജാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആണെന്നുള്ളതിനെക്കുറിച്ചും വളരെയധികം പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആത്മഹത്യക്ക് പ്രേരണയ്ക്ക് കാരണം ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആത്മഹത്യ പ്രേരണ ഉണ്ടാകുമെന്ന് ഞാൻ പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.